നമസ്കാരം. 9-ാം വാർഡിനെ പ്രതിദാനം ചെയ്യുന്ന കെ.സി. ജയൻ എന്ന താങ്കൾ വന്ന വഴികളെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? നമസ്കാരം. ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് സ്കൂൾ കാലഘട്ടത്തിലാണ്. KSUവിൻ്റെ ഞാൻ പ്രതിനിധാനം ചെയ്തിരുന്ന സ്കൂൾ എള്ളോളി ഗവൺമെൻറ് ഹൈസ്കൂളാണ്. ഹൈസ്കൂളിലെ ആദ്യമായിട്ട് KSUവിൻ്റെ കൊടികുത്തിയ വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അന്നത്തെ KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ. സെക്രട്ടറി ശ്രീ രമേശ്, ട്രഷറർ എൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന ബഷീർ, അങ്ങനെ ആൾക്കാരായിരുന്നു ആ കാലഘട്ടത്തിൽ എള്ളോളി സ്കൂളിനെ പ്രതിനിധാനം ചെയ്ത് KSUവിൻ്റെ പ്രവർത്തകരായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ പഞ്ചായത്ത് രാഷ്ട്രീയമൊക്കെ വരുമ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ഒരുപാട് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പൊക്കെ നേരിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ആ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എള്ളോളി പഞ്ചായത്തിലേക്ക് അന്നത്തെ 4-ാം വാർഡിൽ നിന്ന് വിജയിച്ച ശ്രീ അജിത മുരളീധരൻ, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് എൻ്റെ അയൽവാസിയാണ്. അതുപോലെ ശ്രീ ഭാസ്കരേട്ടൻ, ചെയ്യാമളപ്പള്ളി ഭാസ്കരേട്ടൻ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഷാജു വന്നു. ഷാജുവിന് വേണ്ടിയിട്ടും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഉപജീവന മാർഗം തേടി ഞാൻ പ്രവാസ ലോകത്തേക്ക് ഒരു 16-17 വർഷം പ്രവാസ ലോകത്തായിരുന്നു. ദുബായിലായിരുന്നു. ആ ദുബായിൽ നിന്ന് നാട്ടിൽ വരുന്ന കാലഘട്ടത്തിലും ഞാൻ ഇവിടെ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ വിദേശത്തായിരുന്ന പ്രവാസ ലോകത്തിരിക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴും അതുപോലെ ലോകസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതിനെക്കുറിച്ചുള്ള ജിജ്ഞാസ വളരെയധികം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാരുടെ ഉപജീവന മാർഗം തേടിയുള്ള ഒരുപാട് വ്യക്തികൾ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായി നിന്നുകൊണ്ട് പ്രവാസ ലോകത്ത് നിന്നിട്ടും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അന്ന് മെസ്സേജ് മുഖേന, ഫോൺ കോൾ മുഖേന അല്ലെങ്കിൽ കത്ത് മുഖേനയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രവർത്തനത്തിനെ കുറിച്ചുള്ള ഏകോപനം നൽകിയിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ അതിനുശേഷം പ്രവാസ ലോകത്തു നിന്ന് കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു. 2 വർഷക്കാലം ഞാൻ നാട്ടിൽ നിന്നു. നാട്ടിൽ നിന്നിട്ട് ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ബസ്സിലെ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തു. അതുപോലെ ഇൻ്റർലോക്കിൻ്റെ വർക്ക് കൂടി പോയി, പന്തൽ പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ അവസാനം ഞാൻ വീണ്ടും പ്രവാസ ലോകത്തേക്ക് ഒരു 2 വർഷക്കാലം ഇവിടെ നിന്ന് പോയി. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് 4-5 മാസമായി. 4 മാസമായിട്ട് ഞാൻ ബസ്സിലെ കണ്ടക്ടർ ജോലി ചെയ്യുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രസ്ഥാനം എന്നിലേക്ക് ഈ ദൗത്യം, ഈ 9-ാം വാർഡിൻ്റെ ദൗത്യം, സ്ഥാനാർത്ഥിയാവുക എന്നുള്ള ദൗത്യം എന്നെ ഏൽപ്പിക്കുകയും സന്തോഷപൂർവ്വം ആ ദൗത്യത്തിൽ ഞാൻ പാർട്ടിക്ക് വിധേയനായി ആ പാർട്ടിയോട് കൂറ് പുലർത്തി ഞാൻ ആ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ താങ്കൾ നടത്തുന്ന ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നെ ഒരുപാട് ചില തൽപര കക്ഷികൾ BJPക്കാരനാക്കാൻ ശ്രമിക്കുന്നത്. BJPക്കാരനാക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഭയം മൂലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയം പറയാതെ ചില തൽപര കക്ഷികൾ അവർ ഇത്ര കാലം രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാക്കിയുള്ള മേന്മകൾ, അവരുടെ നേട്ടങ്ങൾ എടുത്തു പറയാതെ മറ്റ് വ്യക്തികളെ കരിതേച്ച് കാണിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യം അവരിലുണ്ട്. വർഗീയതയാണ് അവരുടെ മുഖമുദ്ര. ആ മുഖമുദ്രയിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് അവരിപ്പോൾ ഞാനെന്ന വ്യക്തിയെ, ഞാനെന്ന സ്ഥാനാർത്ഥിയെ, KC ജയൻ എന്ന വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു BJPക്കാരനാക്കി തീർക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ആ ശ്രമങ്ങളൊക്കെ വൃഥാവിലാവുള്ളൂ. ഞാനൊരു BJPക്കാരനാണെങ്കിൽ ആ BJPക്കാരനാണെന്ന് ആദ്യം പറയേണ്ടത് BJPക്കാരായിട്ടുള്ള നമ്മുടെ പ്രിയ സുഹൃത്തുക്കളാണ്. BJPക്കാരായിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളാണ് പറയേണ്ടത് ആ KC ജയൻ എന്ന വ്യക്തി BJPക്കാരനാണ്. ഇത് അവരൊന്നും പറയാതെ മറ്റു പല തൽപര കക്ഷികൾ, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതുപോലെ തന്നെ മറ്റു ചില തൽപര കക്ഷികളാണ് അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ആരോപണങ്ങളൊന്നും ഒരു രീതിയിലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് KC ജയനോട് എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ ഇലക്ഷൻ പ്രതിദാനം ചെയ്ത് വിജയിക്കുകയാണെങ്കിൽ താങ്കൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന സംഭാവനകൾ എന്തായിരിക്കും? ചോദ്യം വളരെ ഫലപ്രദമായിട്ടുള്ള ചോദ്യമാണ്. ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് താങ്കൾ ഇപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ
എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിധികളുണ്ട്. കാരണം ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് എന്ത് തന്നെ ആയാലും ഒരു പരിമിതി ഉണ്ടാവും. അത് പ്രിയ സുഹൃത്തുക്കൾക്കും പ്രിയ നാട്ടുകാർക്കും നമ്മുടെ ഇവിടെയുള്ള എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിൽ ഈ എളവള്ളി പഞ്ചായത്ത് ഇത്ര കാലം 10-60 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം എന്ന് പറയുന്ന LDF മുന്നണിയാണ്. ആ LDF മുന്നണിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാതിരുന്നിട്ടുണ്ട്. ഈ വാർഡ് 9ാം വാർഡ്, ഞാനിപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന ഇലക്ഷൻ നേരിടുന്ന ഈ 9ാം വാർഡ് കോൺഗ്രസിൻ്റെ ഒരു വാർഡായിട്ടാണ് അവർ മുദ്രകുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 9ാം വാർഡിനെ LDF സർക്കാർ ഭരണസമിതി ഇതുവരെ എളവള്ളി പഞ്ചായത്ത് ഭരിച്ചുള്ളത് LDF സർക്കാരാണ്, LDF മുന്നണിയാണ്. ആ LDF മുന്നണി ഈ വാർഡിനെ കാര്യമായിട്ടുള്ള ഒരു പുരോഗതിയിലേക്കും നയിക്കാനുള്ള അവർ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ എളവള്ളി പഞ്ചായത്തിൻ്റെ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ LDF മുന്നണിയിൽ നിന്ന് കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിക്ക് അതായത് UDFനെ ഈ എളവള്ളി പഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ സാധിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയും. എനിക്ക് കഴിയുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ആ പരിപൂർണ്ണ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഒരുപാട് അടിസ്ഥാന വികസനമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യം. ഈ അടിസ്ഥാന വികസനം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ്. എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. ഒരുപാട് ഉപറോഡുകളുണ്ട്. വളരെ നടക്കാനായിട്ടൊരു ദുരിതപൂർണ്ണമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഒരുപാട് റോഡുകളുണ്ട്. ആ റോഡുകളുടെ പുനരുദ്ധാരണം ഉദ്ദേശിക്കുന്ന റീടാറിങ് അല്ലെങ്കിൽ കോൺക്രീറ്റിങ്, അതുമല്ലെങ്കിൽ ടൈൽസ് പാകുക എന്നുള്ള ഒരു മനോഭാവം ചിന്തയാണ് എന്നിലുള്ളത്. അതുപോലെ യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട്, യുവത്വത്തിന് വേണ്ടിയിട്ട്, ചെറുപ്പക്കാർക്കായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു കളിസ്ഥലം, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അല്ലെങ്കിൽ ടർഫ് എന്നുള്ളൊരു സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഞാനൊരു പഴയ ഫുട്ബോൾ കളിക്കാരനാണ്. അത് എല്ലാവർക്കും അറിയാം. ഈ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്ന ശ്രീ മുനീറിന് പോലും അറിയാം ആ കാലഘട്ടത്തിൽ ഞാനൊരു നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞാനത് വിശ്വസിച്ചില്ലെങ്കിൽ തന്നെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നന്നായി കളിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ എൻ്റെ രക്തത്തിൽ അലിഞ്ഞുള്ളൊരു സംഭവം തന്നെയാണ്. ആ ഫുട്ബോളിന് വേണ്ടിയിട്ട് നാട്ടിൽ ചെറുപ്പക്കാർ യുവത്വത്തിന് വേണ്ടിയിട്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അല്ലെങ്കിൽ ടർഫ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുമെന്ന് ഈ നാട്ടിലെ യുവത്വത്തോട് ഞാൻ യുവത്വത്തോട് ഞാൻ വാഗ്ദാനം നൽകുന്നു. അത് സംഭവിക്കണമെങ്കിൽ എളവള്ളി പഞ്ചായത്തിൻ്റെ ഭരണം UDFൻ്റെ കൈകളിൽ എത്തണം. അതുപോലെ ഈ പ്രദേശത്ത് കിടക്കുന്ന നമ്മുടെ പാറ സെൻറ്ററിൽ നിന്ന് റെയിൽവേ അപ്പുറത്ത് കിടക്കുന്ന ആ മേഖലയിലേക്ക് വളരെ സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലുള്ളൊരു വഴിയാണ് അവിടെ കിടക്കുന്നത്. അതിനൊരു മോചനം കൊടുക്കണം. ആ റൂട്ടിനൊരു മോചനം കൊടുക്കുന്ന വളരെ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തൊരു കുറച്ചൊരു ഏരിയ 100-150 മീറ്റർ ഏരിയ കോൺക്രീറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഭാഗവും കൂടി കോൺക്രീറ്റ് ചെയ്തിട്ട് അതിലുള്ള ജനങ്ങൾക്ക്, അവിടെ നിവസിക്കുന്ന വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് നല്ലൊരു സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ചെറു വീടുകൾ 10-20 വീടുകൾ തിങ്ങി വസിക്കുന്ന ഒരുപാട് ജനങ്ങളുള്ള വോട്ടർമാരുള്ള ഒരുപാട് ചെറിയ വഴികളുണ്ട്. അതൊക്കെ പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആ റോഡും കൂടി നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാരെല്ലാവരും നമ്മളെ സുഹൃത്തുക്കളും നാട്ടുകാരാണ്. എല്ലാവർക്കും നമ്മളെ നാട്ടുകാരാണ്. അവരെ എല്ലാവരോടും ഞാൻ പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ കൈ എന്ന ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നൽകിക്കൊണ്ട്, നിങ്ങളുടെ സമ്മതിദാനാവകാശം വ്യക്തമായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് നൽകിക്കൊണ്ട്, ഒരു ദുഷ്പ്രചരണങ്ങൾക്കും കീഴ്പ്പെടാതെ നല്ല ആശയത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് കൈ എന്ന അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് ഞാൻ ഈ നാട്ടിലെ നല്ലവരായ പ്രബുദ്ധരായ വോട്ടർമാരോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.